ഹലോ ഗൈസ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഒരു വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴയിൽ നിന്ന് മലങ്കര ഡാമിലേക്കാണ് ആദ്യത്തെ നമ്മുടെ യാത്ര. തൊടുപുഴയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മലങ്കര ഡാമിൽ എത്തിച്ചേരാൻ സാധിക്കും. ഏകദേശം 11 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മലങ്കര ഡാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപം മുട്ടം ഗ്രാമപഞ്ചായത്തിലെ മുട്ടത്ത് തൊടുപുഴയാറിന് കുറുകെ നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട്. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിച്ച ശേഷം പുറന്തള്ളുന്ന ജലം ജലസേചനത്തിനും കാർഷിക ആവശ്യത്തിനും ഉപയോഗിക്കുന്നു. ഇതാണ് എൻട്രി ഏരിയ. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ പേ ഒന്നുമില്ല. ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാസ് ഉപയോഗിച്ച് നമുക്ക് മലങ്കര ഡാമിൻ്റെ ഉള്ളിലും ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിലും പോകാൻ സാധിക്കും. ഇവിടെ നിന്നും ഡാമിലേക്കുള്ള പ്രവേശനം, ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ, വീഡിയോ ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു രീതിയിലും ഫോട്ടോയോ വീഡിയോയോ എടുക്കാനും സാധിക്കില്ല. അത് അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ലെങ്കിലും നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഡാമിൻ്റെ സൈഡിലെ ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാനും സാധിക്കും. അടുത്തതായി നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇവിടെ കുട്ടികൾക്കായി കളിക്കാൻ ധാരാളം കളി ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഊഞ്ഞാലുണ്ട്, ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്ക് കപ്പിൾസായിട്ട് വന്നിരുന്ന് വർത്തമാനം പറയാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മലങ്കര ഡാമിൻ്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഒരു സായം സന്ധ്യ ഇവിടെ ഇരുന്ന് ചിലവാക്കാനും ഉള്ള നല്ലൊരു സ്പേസ് കൂടിയാണ് ഈ മലങ്കര ഡാമിൻ്റെ ഈ ചിൽഡ്രൻസ് പാർക്ക്. അങ്ങനെ മലങ്കര ഡാമിൻ്റെ കാഴ്ചകൾക്കപ്പുറം നമ്മൾ പോകുന്ന അടുത്ത പ്ലേസാണ് തുമ്പിച്ചിമല. തൊടുപുഴയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററും മുട്ടത്തു നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തുമ്പിച്ചിമലയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മുട്ടം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ മൂലമറ്റം ഡയറക്ഷനിലേക്ക് യാത്ര തിരിക്കുക. ഇതാണ് കാഞ്ഞാർ സിറ്റി. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ വാഗമൺ, ഇലിവിഴ പൂഞ്ചിറ എന്നീ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഇതാണ് കാഞ്ഞാർ പാലം. ഇവിടെ നമുക്ക് മനോഹരമായൊരു കാഴ്ച കാണാൻ സാധിക്കും. വലതുവശത്തായിട്ട് തേക്കും കാടുകളും അതുപോലെ തന്നെ മലങ്കര ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ എത്തിച്ചേരുന്നത് അറക്കുളം ജംഗ്ഷനിലേക്കാണ്. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തുമ്പിച്ചിമലയിലേക്കുള്ള വഴിയാണ്. ഇത് ചെറുതോണി, കട്ടപ്പന എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഡയറക്ഷനാണ്. ഇവിടെ 12 ഹെയർ പിന്നുകളുണ്ട്. അതിൽ 9ാമത്തെ ഹെയർ പിൻ വളവ് കഴിഞ്ഞ ഉടനെ റോഡിൻ്റെ ഇരുവശത്തും തുമ്പിച്ചിമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ബോർഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്ത് ഒരു കപ്പേളയെ നമുക്ക് കാണാം. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കപ്പേളയാണ് ഈ തുമ്പിച്ചിമല. സെൻറ് തോമസ് മൗണ്ട് എന്നാണ് ഈ തുമ്പിച്ചിമലയുടെ മറ്റൊരു നാമം. അതുപോലെ തന്നെ പോകുന്ന വഴി റോഡിന് നടുക്ക് നമുക്കൊരു കിണറും കാണാൻ സാധിക്കും. ഇടതുവശത്തും വലതുവശത്തുമായി ധാരാളം വ്യൂ പോയിൻറ്റുകളും നമുക്ക് ഈ വഴിയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തുമ്പിച്ചിമലയിലേക്കുള്ള എൻട്രി ഏരിയയിലാണ്. ഈ കാണുന്ന തുമ്പിച്ചിമലയുടെ ചെങ്കുത്തായ മല മുഴുവൻ കയറിയതിന് ശേഷം വേണം ഈ സെൻറ് തോമസ് പള്ളിയുടെ മുകളിൽ നമുക്ക് എത്തിച്ചേരാൻ. എന്നാൽ നമുക്ക് കയറിയാലോ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയെ അനുസ്മരിക്കുന്ന
14 സ്ഥലങ്ങളും മനോഹരങ്ങളായ ശില്പങ്ങളോട് കൂടിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ കുരിശടികളും കയറുമ്പോൾ നമുക്ക് വലതുവശത്തായി ധാരാളം വ്യൂവും കാണും. നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൻ്റെ പലതരത്തിലുള്ള വ്യൂകളും അതുപോലെ തന്നെ വാഗമൺ, ഇരുവിഴ, പൂഞ്ചിറ മലനിരകളുമാണ് വലതുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലമുകളിലെത്തുമ്പോൾ സെൻറ് തോമസിൻ്റെ ദേവാലയം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ണി മിശിഹായുടെ ഒരു കുഞ്ഞു ദേവാലയവും. അതുപോലെ തന്നെ ധ്യാനത്തിനും വിശ്രമത്തിനും സൂര്യാസ്തമയം കാണുന്നതിനും അനുയോജ്യമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ തുമ്പിച്ചിമല. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ഒരു കുഞ്ഞു ദേവാലയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്തായി ഈശോയുടെ ഒരു ചെറിയ രൂപവും പിന്നെ താഴെയായി ഒരു വാച്ച് ടവറും കാണാൻ സാധിക്കും. ഈ കാണുന്ന വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് താഴേക്കുള്ളത്. ഈ വ്യൂ പോയിൻ്റ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ഈ കാണുന്നത് മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വരുന്ന പുഴയാണ്. അതുപോലെ തന്നെ നേരെ കാണുന്ന മലമുകളിലാണ് വാഗമൺ, ഇരുവിഴ, പൂഞ്ചിറ ഈ പറയുന്ന ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ളതും. ഇനി നമ്മൾ പോകുന്നത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ, ഒരു ഗുഹയ്ക്കുള്ളിലൂടെയാണ്. ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത്. ഇത് വളരെ ചെറിയൊരു ഗുഹയ്ക്കകത്തോടെയാണ് നമ്മൾ പോകുന്നത്. വളരെ പാടാണ് ഇതിനകത്തൂടെ ഇറങ്ങിപ്പോകാൻ. എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല ഇതിൽ ഇറങ്ങി പോകാനായിട്ട്. ഈ ഗുഹയുടെ ഓരോ പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോഴും നമുക്ക് ഇടതുവശത്തായി മത്സ്യത്തിനുള്ളിൽ അകപ്പെട്ട യോനായുടെ രൂപവും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്ത് ഗുഹയ്ക്കുള്ളിൽ സംസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ രൂപവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗുഹയുടെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂലമറ്റത്തിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂലമറ്റത്തിൻ്റെ പല രീതിയിലുള്ള വെറൈറ്റി നല്ല വ്യൂ നമുക്കിവിടെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ പിറവിയുടെ ഒരു ഗുഹ കാണാൻ സാധിക്കും. ഗുഹയ്ക്കുള്ളിലെ ഒറ്റയടി പാതയിലൂടെ അല്പം കുനിഞ്ഞ് നടക്കുമ്പോൾ ഇടതുവശത്തായി ക്രിസ്തുവിൻ്റെ ജനനവും പൂജ രാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും സന്ദർശനവും വളരെ മനോഹരമായ ശില്പങ്ങളാൽ ചിത്രീകരിച്ചത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ കാണുന്ന കൈവഴിയിലൂടെ നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങാനും സാധിക്കും. ഇവിടെ നിന്നും അല്പം ഫ്രണ്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ മുൻവശത്ത് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും താഴേക്ക് മൂലമറ്റത്തേക്കുള്ള പല ദൃശ്യങ്ങളും നമുക്ക് കാണാനും സാധിക്കും. ഈ കാണുന്നതാണ് തുമ്പിച്ചിമല പള്ളിയുടെ മുകളിലെ ദൃശ്യം. ഈ കാണുന്നത് കുരിശടിയും അതുപോലെ തന്നെ പള്ളിയുടെ മുൻവശത്തെ കാഴ്ചകളുമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുമ്പിച്ചിമല ഒരു തീർത്ഥാടന കേന്ദ്രം ആയതിനാൽ ഇവിടെ ദുഃഖവെള്ളി, പെസഹ, ഈസ്റ്റർ ഈ ദിവസങ്ങൾ മാത്രമേ പ്രത്യേകമായി ആചരിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ ഈ ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾ നടത്താറുള്ളൂ. അധികം ആരും അറിയാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ തുമ്പിച്ചിമല.